കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ നവീകരണ പ്രവൃത്തിയുടെ കരാറുകൾക്കെതിരെയും റെയിൽവേ ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷ വിമർശനവുമായി എം.കെ. രാഘവൻ എം.പി. മാസങ്ങൾക്ക് മുൻപ് തീരുമാനമെടുത്തിട്ടും ക്ലോക്ക് ടവർ പൊളിച്ചു മാറ്റാതിരുന്നത് കരാർ കമ്പനിയുടെയും ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് കാണിക്കുന്നതെന്ന് എം.കെ. രാഘവൻ കുറ്റപ്പെടുത്തി. തകർന്ന കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗവും പൊളിച്ചു നീക്കിയതോടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ ട്രെയിൻ ഗതാഗതവും പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ക്ലോക്ക് ടവർ തകർന്നതിന്റെ അവശിഷ്ടങ്ങൾ സന്ദർശിച്ച ശേഷമാണ് നവീകരണ പ്രവൃത്തിയുടെ കരാർ കമ്പനിക്കും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ എം.കെ. രാഘവൻ എം.പി. രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സംഭവത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. 138 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്ന് വീണതിനെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണം വേണമെന്ന് റെയിൽവേ മന്ത്രിയോട് മിനിഞ്ഞാന്ന് തന്നെ ഫോണിൽ സംസാരിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ മെല്ലെ പോക്കാണ് കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കമ്പനി ഒരു കാര്യം ചെയ്യുന്നില്ല. പക്ഷേ റെയിൽവേയുടെ മേലുദ്യോഗസ്ഥന്മാർ നിരുത്തരവാദപരമായിട്ടാണ് ഈ കാര്യം കണ്ടിട്ടുള്ളത്. മോണിറ്ററിംഗ് എന്നത് ഏർപ്പാടില്ല. DRM ആണെങ്കിലും DCM ആണെങ്കിലും GM ആണെങ്കിലും അവരെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വം കാണിച്ചില്ല. അതിൻ്റെ ഫലമാണ് ഈ ക്ലോക്ക് ടവർ തകരാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റിലുമായി നടക്കുന്ന പൈലിംഗ് ആണ് ക്ലോക്ക് ടവറിന്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തിയിൽ മെല്ലെപ്പോക്ക് നടത്തുന്ന കരാർ കമ്പനിയായ റാങ്കിനെ ടെർമിനേറ്റ് ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ 3 മാസം മുൻപ് നടന്ന യോഗത്തിൽ താൻ ആവശ്യപ്പെട്ടിരുന്നു. കരാർ കമ്പനിയായ റാങ്കിനെ ടെർമിനേറ്റ് ചെയ്യാമെന്ന് GM അടക്കമുള്ളവർ അന്ന് ഉറപ്പ് നൽകിയിട്ടും അത് പാലിച്ചില്ലെന്നും എം.കെ. രാഘവൻ കുറ്റപ്പെടുത്തി. നിലവിലുള്ള ഈ റാങ്ക് എന്ന് പറയുന്ന കമ്പനിയെ അത് ടെർമിനേറ്റ് ചെയ്യണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ്. 3 മാസം മുമ്പ് ചേർന്ന യോഗത്തിൽ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി മീറ്റിംഗിലുണ്ടായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടതാണ്. ഒരു പൊളിഞ്ഞ കമ്പനിയാണ് റാങ്ക് എന്ന് പറയുന്നത്. അവർക്ക് ഇതൊരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് GMൻ്റെ പ്രസൻസിൽ നടന്ന ചർച്ചയിൽ ബോധ്യപ്പെട്ടതാണ്. ഇവർ ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഉറപ്പ് പറഞ്ഞാണ്. ഇനിയും ഒന്നും നടന്നില്ല. തകർന്ന കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം കൂടി മുഴുവനായും പൊളിച്ചു നീക്കി. ഇതോടെ കഴിഞ്ഞ 2 ദിവസം ഗതാഗതം ഒഴിവാക്കിയിരുന്ന 3-ാം ട്രാക്കിലൂടെ ഉച്ചയോടെ ട്രെയിൻ കടത്തിവിട്ടു. KSR ബംഗളൂരു എക്സ്പ്രസ് ആണ് ഈ ട്രാക്കിലൂടെ ആദ്യം വന്നത്. എന്നാൽ 2-ാം ട്രാക്കിലൂടെ ട്രെയിൻ കടത്തിവിടണമെങ്കിൽ ഇനിയും ഏറെ നാളുകൾ പിടിക്കും. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ലോക്ക് ടവർ തകർന്നു വീണ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇത്തരം നിർമ്മിതികൾ സംബന്ധിച്ച് സ്വീകരിച്ച മുൻകരുതൽ നടപടികളെക്കുറിച്ച് പാലക്കാട് DRM-ഉം കോഴിക്കോട് സ്റ്റേഷൻ മാസ്റ്ററും 10 ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ഉത്തരവിൽ വ്യക്തമാക്കി. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ 24-ന് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.